നാളെ ഇതേ സമയമാകുമ്പോഴേക്കും ഒരു സൂചന കിട്ടും. കഴിഞ്ഞ 10 വർഷം ഉള്ള ഒരു കാര്യമല്ല, വിജയപ്രതീക്ഷയാണ്. തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെ. കഴിഞ്ഞ 2 തവണ പോലെ അല്ല ഇന്നത്തെ സാഹചര്യം. കേരളത്തിലെ പൊതുരാഷ്ട്രീയം ചവറയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ചവറയുടെ തനതായിട്ടുള്ള വിഷയങ്ങൾ 10 വർഷം കൊണ്ട് ഒരു അനാഥരായ ഒരു സമൂഹമായി ചവറയിലെ ജനങ്ങൾ മാറിയത് പ്രതിഫലിച്ചിട്ടുണ്ട്. പിന്നെ വ്യക്തിപരമായി എൻ്റെ പിതാവ് അടക്കമുള്ള അവരുമായിട്ടുണ്ടായിരുന്ന ബന്ധങ്ങൾ, അത് എല്ലാം ഇത്തവണ പ്രതിഫലിച്ചിട്ടുണ്ട്. എക്സിറ്റ് പോളുകളെല്ലാം UDF അനുകൂലമാണ്. എത്ര സീറ്റ് വരെ എത്തുമെന്നാണ് പ്രതീക്ഷ? കൃത്യമായ ഒരു സീറ്റിൻ്റെ എണ്ണം പ്രവചിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ 77 ആവർത്തിച്ചാലും അത്ഭുതമില്ല. 2001 എന്താണേലും ആവർത്തിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. അതിൽ കുറയാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നിരീക്ഷിക്കുമ്പോഴുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടല്ലോ, അതിൽ കുറയാനൊന്നും ഒരു ഇൻഡിക്കേറ്റേഴ്സും ഇല്ല. എല്ലാ തരത്തിലും അസംതൃപ്തരായിട്ടുള്ള ഒരു പൊതുസമൂഹം, അത് CPMൻ്റെ കേഡറിൽ പോലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, എന്താണേലും 2001 ആവർത്തിക്കും. അതിന് മുകളിലോട്ട് പോയാലും ഞാൻ അത്ഭുതപ്പെടില്ല. ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ സമയം മുതൽ ഉള്ള ഒരു ചർച്ചയാണ് മുഖ്യമന്ത്രിയാൽ ഒന്ന് VD സതീശൻ്റെ പേര് പറയുന്നു, ഒന്ന് KC വേണുഗോപാലിൻ്റെ പേര് പറയുന്നു, ഒന്ന് രമേശ് ചെന്നിത്തല പേര് പറയുന്നു. അതൊരു ശരിയായ രീതിയാണോ? അല്ല, കഴിഞ്ഞ ദിവസം ഞാൻ പത്രസമ്മേളനത്തിൽ RSPയുടെ അഭിപ്രായം പറഞ്ഞു. എന്താണെന്നില്ല, പറഞ്ഞതിന് ശേഷം ഇപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് ആര് എന്നുള്ളത് ചർച്ച തുടങ്ങിയതിൽ സന്തോഷമുണ്ട്. ഇപ്പം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കുറിച്ചുള്ള ചർച്ച ഇപ്പം 2 ദിവസമായിട്ട് കുറഞ്ഞല്ലോ. പ്രതിപക്ഷ നേതാവ് ആര് എന്ന് ചർച്ച ചെയ്യാം. എന്താണേലും ഫലം വന്നു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ് തീരുമാനമെടുക്കും. ആ തീരുമാനവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. പ്രതിപക്ഷ നേതാവ് തന്നെ മുഖ്യമന്ത്രി ആകുമെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ലല്ല, ഞാൻ അഭിപ്രായം പറയുന്ന ഔചിത്യമല്ലല്ലോ. ഘടകകക്ഷികൾ മറ്റൊരു കക്ഷിയുടെ മന്ത്രിയാര് മുഖ്യമന്ത്രിയാര് എന്ന് പറയുന്നത് ഒരിക്കലും മുന്നണി മര്യാദയ്ക്ക് യോജിച്ചല്ല. പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങളുടെ അഭിപ്രായം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിക്കുകയാണെങ്കിൽ, അന്നേരം പാർട്ടി കൂടി ആലോചിച്ച് എൻ്റെ അഭിപ്രായം പറയും. അതുപോലെ തന്നെ RSPയും ഒരു അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഇത്തവണ നടത്തിയത്. ആ പോരാട്ടത്തിൽ ഞങ്ങൾ വിജയം കണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വാസം. എത്ര സീറ്റ്? RSP ആകെ മത്സരിച്ചത്, ചിഹ്നത്തിൽ മത്സരിച്ച 4 സീറ്റും 1 സ്വതന്ത്രനായിട്ട് നിന്നതും. അതിൽ 3 MLA കേരള നിയമസഭയിലുണ്ടാകും എന്നുള്ള യാതൊരു സംശയമില്ല. 4-മത്തേത് ഞാൻ ഈ പറഞ്ഞ പോലെ ട്രെൻഡ് ഏത് എക്സ്റ്റെൻഡ് വരെ പോകുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ സുനിശ്ചിതമായി പറയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും മികച്ച വിജയം ഉണ്ടാവും. മികച്ച വിജയം. എല്ലാവിധ വിജയാശംസകളും. RSPയുടെ സംസ്ഥാന സെക്രട്ടറി, അപ്പം തന്നെ ചവറയിലെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ഷിബു ബേബി ജോണാണ് നമ്മളോട് സംസാരിച്ചത്. UDFൻ്റെ രാഷ്ട്രീയം, കേരളത്തിലെ സമകാലീന രാഷ്ട്രീയം, ഒപ്പം തന്നെ RSPയുടെ പ്രതീക്ഷകൾ, ഒപ്പം അദ്ദേഹത്തിൻ്റെ വിജയപ്രതീക്ഷ കൂടിയാണ് അദ്ദേഹം പങ്കുവച്ചത്. ദിവിഷ്. ശരി കണ്ണ. അപ്പോൾ എന്തായാലും എല്ലാവരും വളരെ ശുഭപ്രതീക്ഷയുടെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുക. അദ്ദേഹത്തിന് നമ്മുടെ വിജയാശംസകൾ നേരുന്നു.